നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞ വാർത്തയായിരിക്കാം, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർ അറിയട്ടെ എന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോയാണ്. വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമ മോഹൻലാലിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നു. മോഹൻലാൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസുകാർക്ക് പോലും വെറുപ്പുണ്ടാക്കുന്ന ചില സംവിധായകരുടെ പേര് നമ്മൾ പലപ്പോഴും മോഹൻലാലിന്റെ വരാനിരിക്കുന്ന സിനിമകളുടെ കൂട്ടത്തിൽ കേൾക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഫാൻസുകാരെ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ സഹായിക്കുന്ന ഒരു പേരാണ് ഇപ്പോൾ മോഹൻലാലിന്റെ 2025 ആദ്യ പകുതിയോടുകൂടി തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമയുടെ സംവിധായകന്റെ പേര്. അത് വേറെ ആരുമല്ല, രോമാഞ്ചം, ആവേശം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായിട്ടുള്ള ജിത്തു മാധവൻ. അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയിൽ മോഹൻലാലിനെ നായകനാക്കി പടം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത വരാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതിന് സ്ഥിരീകരണം വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, 2025 ആദ്യ പകുതിയുടെ അവസാനത്തിൽ, മീൻസ് പകുതിയോടുകൂടി എന്ന് തന്നെ കണക്കാക്കാം, പകുതിയോടുകൂടി തന്നെ സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. 2025 തന്നെ തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ ഡിസംബർ റിലീസായിട്ട് തന്നെ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കാം. ഗോകുലം ഗോപാലിനാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു വാർത്തയും ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ പൈസയുടെ കാര്യത്തിൽ വലിയ സംശയം വേണ്ട എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല, ഗോകുലം ഗോപാലൻ സാധാരണയായിട്ട് വലിയ ബഡ്ജറ്റ് ചിത്രങ്ങളാണ് പൈസ ഇറക്കാറ്. അപ്പോൾ ഇത് അത്യാവശ്യം ബഡ്ജറ്റ് വരുന്ന ഒരു ചിത്രമായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താം. മാത്രവുമല്ല, ഇപ്പോൾ ആവേശവും രോമാഞ്ചവും പോലെ തന്നെ ജിത്തു മാധവന്റെ സിനിമകൾക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം ബാംഗ്ലൂർ പഠിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കഥകളെല്ലാം തന്നെ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളായിരുന്നു. ഈ സിനിമയ്ക്കും ഒട്ടും മാറ്റമില്ല, ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് വരാനിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മോഹൻലാൽ ആവുമ്പോൾ തീർച്ചയായിട്ടും ഒരു അടിയിടിപ്പടമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ബാംഗ്ലൂരുള്ള ഏതെങ്കിലും ഗുണ്ടാ നേതാവിന്റെ കഥയായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര ഐറ്റം ആയിരിക്കും. വിശ്വസിക്കാവുന്ന സംവിധായകനായതുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.